ഹായ് ഹലോ നമസ്കാരം. സന്ദീപ് ശശികുമാറാണ്. നമ്മുടെ കൃഷി അറിവുകളും അതുപോലെ കൃഷി സംരംഭങ്ങളും കൃഷി കാഴ്ചകളും ഒക്കെ പരിചയപ്പെടുത്തുന്ന മണ്ണും മനുഷ്യനും എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ശാസ്താംകോട്ട എന്ന് പറയുന്നത് എൻ്റെ സ്വദേശമാണ്. അപ്പം ഇവിടെ ഞാനിങ്ങനെ കൊല്ലം തേനി ഹൈവേയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ കുറേ ആടുകളൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ കുറേ അധികം ആടുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഏതാണ്ട് കഴിഞ്ഞ 10-17 വർഷമായിട്ട് 15 വർഷത്തിനധികമായിട്ട് അദ്ദേഹം ആട് വളർത്തൽ ഒരു സംരംഭമായി നടത്തുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടുതൽ വിശദാംശങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഞാൻ പല ആട് വളർത്തൽ ഷോകളും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കാർഷിക സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം ഇവിടെ മലബാറി ആടുകളെ മാത്രമാണ് വളർത്തുന്നത്. മലബാറി ആടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തനത് ആട് വിഭാഗമാണ്, അല്ലെങ്കിൽ ആട് ജനുസുകളാണ് ഈ മലബാറി ആടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മലബാറി ആടുകളുടെ ഒരു കൂട്ടം മലബാറി ആടുകളെ തൻ്റെ വീട്ടിൽ വളർത്തി കുട്ടികളെ വിൽപ്പന നടത്തുന്ന ഒരു സംരംഭകനാണ്. അപ്പം അദ്ദേഹത്തിന് നല്ല രീതിയിൽ അദ്ദേഹം എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപജീവനവും എല്ലാം നടക്കുന്നത് ഈ ഒരു സംരംഭത്തിലൂടെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ശാസ്താംകോട്ടയ്ക്കടുത്തുള്ള പുന്നമൂട്ടുള്ള രാജൻ എന്ന് പറയുന്ന ഈ സംരംഭകൻ്റെ, ഈ കർഷകൻ്റെ സക്സസ് സ്റ്റോറി നമുക്കിന്ന് കാണാം. പാവപ്പെട്ടവന്റെ പശു എന്നാണ് ആടിനെ അറിയപ്പെടുന്നത്. ആട്ടിറച്ചിയുടെ ഉയർന്ന വില, പാലിന്റെ പോഷക ഗുണം, ചെറിയ മുതൽ മുടക്ക്, ഉയർന്ന ഉൽപാദനക്ഷമത തുടങ്ങിയ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ആടുവളർത്തലിനുണ്ട്. ഇന്ത്യയിൽ തന്നെ പേരുകേട്ട മലബാറി ഇനം നമ്മുടെ സ്വന്തമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാപാരത്തിനായി കേരളത്തിലേക്ക് വന്ന അറേബ്യൻ വ്യാപാരികൾക്കൊപ്പം അറേബ്യൻ, മെസപ്പൊട്ടോമിയൻ ഇനങ്ങളിൽപ്പെട്ട അവരുടെ തദ്ദേശീയ ആടുകളുമുണ്ടായിരുന്നു. ഈ മറുനാടൻ ആടുകളും വ്യാപാരികൾ വഴി തന്നെ കേരളത്തിലെത്തിയ ജമുന പ്യാരി, സുർത്തി തുടങ്ങിയ ഉത്തരേന്ത്യൻ ആട് ജനുസുകളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നാടൻ ആടുകളുമായി പല തലമുറകളായി വർഗസംകരണത്തിന് വിധേയരായി ഉരുത്തിരിഞ്ഞ കേരളത്തിന്റെ തനത് ജനുസ് ആടുകളാണ് മലബാറി ആടുകൾ. പാലിനും മാംസത്തിനും ഉപയോഗിക്കാവുന്ന ഇനമായ മലബാറി ആടുകളെ തലശ്ശേരി ആടുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ശരീരവും ചെവിയും കണ്ണുകളും കൈകാലുകളും വളരെ മനോഹരമാണ്. പല നിറത്തിലുള്ള ആടുകളുണ്ട്. ഒരു കാലത്ത് കോഴിക്കോട്ടും കണ്ണൂരിലും മലപ്പുറത്തുമെല്ലാമാണ് മലബാറി ആടുകൾ വ്യാപകമായി കാണപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് കേരളമൊട്ടാകെയും എന്തിന് തമിഴ്നാട്ടിലേക്ക് വരെയും മലബാറി ആടുകൾ സമൃദ്ധമായി വ്യാപിച്ചിട്ടുണ്ട്. ഇടത്തരം ശരീര വലിപ്പവും വളർച്ച ഉള്ളവയുമാണ് മലബാറി ആടുകൾ. വർണ്ണവൈവിധ്യമാണ് മറ്റൊരു സവിശേഷത. വെളുപ്പാണ് പ്രധാന നിറം. എങ്കിലും വെളുപ്പിൽ കറുപ്പ്, വെളുപ്പിൽ തവിട്ട്, പൂർണ്ണമായും കറുപ്പ്, തവിട്ട് തുടങ്ങിയ വർണ്ണങ്ങളിലെല്ലാം മലബാറി ആടുകളെ കാണാം. ഭൂരിഭാഗം ആണാടുകളിലും ചെറിയ ശതമാനം പെണ്ണാടുകളിലും താടി രോമങ്ങൾ കാണാം. ചെറിയ ശതമാനം ആടുകളിൽ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന തൊങ്ങലുകൾ അഥവാ ആടകളും കാണാം. പിന്നോട്ട് പിരിഞ്ഞ് വളർന്ന ചെറിയ കൊമ്പുകളും 7 എന്ന അക്കത്തിന്റെ മാതൃകയിൽ മധ്യഭാഗം വരെ നിവർന്നതും ബാക്കി ഭാഗം തൂങ്ങിക്കിടക്കുന്നതുമായ അരയടി മാത്രം നീളമുള്ള ചെവികളും മലബാറി ആടുകളുടെ സവിശേഷതകളാണ്. പ്രത്യുൽപാദന ക്ഷമതയിലും രോഗപ്രതിരോധ ശേഷിയിലും നമ്മുടെ പ്രാദേശിക കാലാവസ്ഥയോടുള്ള ഇണക്കത്തിലും ഒന്നാമതാണ് മലബാറി ആടുകൾ. കൂടുതൽ എണ്ണം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനും മാംസോൽപാദനത്തിനുമാണ് മലബാറി ആടുകൾ ഏറ്റവും അനുയോജ്യം. ആട് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ വാങ്ങി വളർത്താൻ ഏറ്റവും ഉത്തമമായ ഇനം. കാലാവസ്ഥയോടും നമ്മുടെ സാഹചര്യത്തോടും പരിപാലന രീതികളോടും വേഗത്തിൽ തന്നെ ഇണങ്ങുന്ന മലബാറി ആടുകൾ. അതുതന്നെയാണ് ശാസ്താംകോട്ട പുന്നമൂട് സ്വദേശി രാജൻ എന്ന ആട് വളർത്തൽ കർഷകൻ ധൈര്യത്തോടെ മലബാറി ആടുകളെ കഴിഞ്ഞ 15 വർഷത്തിലേറെയായി തന്റെ ഉപജീവനത്തിനായി തിരഞ്ഞെടുത്തത്. ഞാൻ ഏകദേശം ഒരു 15 വർഷക്കാലമായിട്ട് ആടിനെയൊക്കെ വളർത്തുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ആടും പശുവുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അതെല്ലാം നമുക്ക് നഷ്ടപ്പെടുകയും ഞങ്ങൾക്ക് കൃഷിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു.
എന്നാൽ ഞാൻ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് വെളിനാട്ടിൽ പോയി പൂനെയിൽ ഏകദേശം 14 വർഷം അവിടെ ജോലി ചെയ്തു. അവിടെ ജോലിയൊന്നും സ്ഥിരമാകാത്തതിൻ്റെ പുറത്തിൽ ഞാൻ നാട്ടിൽ വരികയും നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ കൂലിപ്പണിക്കൊക്കെ പോയി. അങ്ങനെ കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനസ്സിലൊരു ആഗ്രഹം തോന്നിയത്, കുറച്ച് 2-3 ആടിനെ വാങ്ങി വളർത്തണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായി. അപ്പോഴേ ഈ ആടുകളെ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടന്ന സമയത്ത് എന്നോട് ഒരുപാട് പേര് അന്ന് ആവശ്യപ്പെട്ടത് ഹൈബ്രിഡ് ആടുകളെയൊക്കെ വളർത്തണം, അതാണ് ഏറ്റവും വലിയ നല്ലത് എന്നൊക്കെ എന്നോട് ഉപദേശിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഈ ഹൈബ്രിഡ് ആടുകൾ എന്താണ് എന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിലെ ആഗ്രഹം എപ്പോഴും നാടൻ ആടുകളെ വളർത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമേ 2-3 നാടൻ ആടുകളെയൊക്കെ വാങ്ങി. നാടൻ ആടുകളെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് വീണ്ടും ഈ പണിക്കൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായതിൻ്റെ പേരിൽ ദൂരെയൊക്കെ പണിക്ക് പോകുമ്പോൾ ആടിൻ്റെ കാര്യം ശരിക്കും എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വീണ്ടും എനിക്ക് അവരെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ കുറേയേറെ നാൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായി കൂലിപ്പണിയിലൊന്നും നമുക്ക് അധികം നാൾ മുന്നോട്ട് പോകേണ്ട സാധ്യമല്ല. അപ്പോൾ എന്തെങ്കിലും അടിയുറച്ച ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ടായപ്പോഴാണ് ഈ ആട് കൃഷിയിലേക്ക് ഞാൻ തിരിഞ്ഞത്. അങ്ങനെ നാടൻ ആടുകളിൽ നിന്നും 1-2 ആടുകൾ നല്ല നല്ല ഇനം ആടുകളെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചു. അങ്ങനെ ക്രോസ് ബ്രീഡ് ആടുകളുണ്ടായി. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പലയിടത്തും പോയി കണ്ട് പണിക്കൊക്കെ പോകുന്നിടത്ത് കണ്ടപ്പോഴേ മലബാറി ആടുകളാണ് ഏറ്റവും യോഗ്യമായത് എന്നെനിക്ക് തോന്നി. കാരണം അതിന് ആരോഗ്യപരമായ രീതിയിലായാലും പാലുൽപാദന രംഗത്തായാലും ഒക്കെ മലബാറി ആടുകൾ ഒരു ഐശ്വര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആദ്യമേ 1-2 നാടനാടിൽ നിന്നും മലബാറി ആടുകളിലേക്ക് ഞാൻ അങ്ങനെയാണ് പോയത്. ഈ മലബാറി ആടുകളെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിന് രോഗം അധികം വരാറില്ല. കൂടുതലും ആടുകൾക്ക് വരുന്ന ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദഹന പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അത് മലബാറിയിൽ വളരെ കുറവാണ്. മറ്റാടുകളെ അപേക്ഷിച്ച് മലബാറി ആടുകളിൽ അത് വളരെ കുറവാണ്. അതുപോലെ തന്നെ പാലുൽപാദന മേഖല നോക്കുകയാണെങ്കിൽ മറ്റ് ആടുകളേക്കാൾ കൂടുതൽ പാല് നമുക്ക് ഈ മലബാറി ആടുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ഒരുവിധം ആടുകൾ കഴിക്കുന്ന ഏത് ഭക്ഷണവും വേണ്ട എന്ന് വെക്കുന്ന ഒരു സ്വഭാവം മലബാറിക്കില്ല. മലബാറി നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മറ്റ് ആടുകളുടെ പുറകിൽ ഞാൻ പോയില്ല. മലബാറി ആടുകളെ തന്നെ വളർത്തണം എന്ന് വിചാരിച്ചു. അങ്ങനെ മലബാറി ആടുകളെ ഞാൻ നല്ല ഇനം ആടുകളെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചു. ക്രോസ് ബ്രീഡ് ആടുകളെയാണ് കൂടുതലും ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലുള്ളത്. അപ്പം ക്രോസ് ബ്രീഡ് ആടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് ആടുകളുടെ പുറകിൽ പോയി കഴിഞ്ഞാൽ ഹൈബ്രിഡ് ആടുകളുടെ പുറകിൽ ആൾക്കാർ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു ബിസിനസ് തന്ത്രവും, എന്നാൽ നമുക്ക് സാധാരണക്കാരന് അതിജീവിക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല ഹൈബ്രിഡ് ആടുകൾ. കാരണം അതിന് എന്ത് രോഗമാണ് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ബീറ്റൽ ആടുകൾക്ക് ഇപ്പം വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ആടുകൾക്കുണ്ടാകുന്ന ഒരു പോളിയോ പോലുള്ള ഒരു രോഗം ബീറ്റൽ ആടുകളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അത് വലിയ വില കൊടുത്ത് വാങ്ങുന്ന സാധാരണക്കായ കർഷകന് ആ ഒരാടിൻ്റെ രോഗങ്ങളോ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന നഷ്ടങ്ങളോ താങ്ങാൻ കഴിയുന്നതല്ല. ഒരു മലബാറി ആടിന് നമുക്ക് 10, 12, 13 രൂപ കൊടുത്തൊരു മലബാറി ആടിനെ വാങ്ങുന്ന സമയത്ത് ഒരു ഹൈബ്രിഡ് ആടിന് നമ്മൾ 20, 25, 30 രൂപ വീതം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലരൊരു ബിസിനസ് തന്ത്രങ്ങൾ പോലെയാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഈ കൊറോണയും അങ്ങനെയുള്ള മഹാമാരികളെല്ലാം പിടിപെട്ട സമയത്ത് കുറേയേറെ യുവാക്കൾ ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഗ്രഹിക്കുന്ന ആ യുവാക്കൾക്ക് ഇത് എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിൽ യൂട്യൂബ് ചാനലിലും മറ്റ് ചാനലിലും ഇങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ ആട്ടി കുറേയേറെ ആടുകൾ ഇങ്ങനെ വരുന്നു. അതൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഹരമാണ്. അവരന്നേരം ഇതിൻ്റെ പുറകിൽ പോകും. ഇതിൻ്റെ പുറകിൽ പോയി വലിയ സമ്പത്ത് കൊടുത്ത് ഇതിനെ വാങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു അബദ്ധം നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഹൈബ്രിഡ് ആടുകളുടെ പുറകിൽ പോകാതെ നമ്മുടെ നാട്ടിലുള്ള നാടൻ ആടുകളെ വളർത്തി ശീലിക്കുക. അതുപോലെ തന്നെ ഈ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ആട് കർഷകനാകാൻ പാടുള്ളൂ. പശു വളർത്തലിന്റെ അത്ര അലച്ചിലുകൾ ഇല്ലാത്ത ഒരു സംരംഭമാണ് ആട് വളർത്തൽ. സാധാരണക്കാർക്കും ചെറുകിട കൃഷിക്കാർക്കും ജീവിതോപാധിയായി കൊണ്ടു നടക്കാവുന്ന ഒരു മികച്ച കൃഷി സംരംഭം. താരതമ്യേന ചെലവ് കുറഞ്ഞ പരിപാലനം മതിയാകും മലബാറി ആടുകൾക്ക്. കൃത്യമായ തീറ്റക്രമവും
സംരക്ഷണവും മാത്രം ഉറപ്പാക്കിയാൽ മലബാറി ആട് വളർത്തൽ അധ്വാനം കുറഞ്ഞ കൃഷിയാക്കാം. അതിനും രാജൻ ചേട്ടന് ചിട്ടയായ രീതികളുണ്ട്. ഏകദേശം എനിക്കിപ്പം 20 ആടുകളും അതിൻ്റെ കുട്ടികളുമാണ് എൻ്റെ വീട്ടിലിപ്പോഴും ഉള്ളത്. ഞാൻ ഒരു രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഇവരെ കൂട്ടിന് വെളിയിലിറക്കും. കൂട്ടിന് വെളിയിലിറക്കിയിട്ട് ഇവരെ എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കും. അതായത് ഇവരുടെ കാഷ്ടം ഇട്ടെടുത്ത് ഏതെങ്കിലും കാഷ്ടം അയഞ്ഞാണോ കിടക്കുന്നത്, ആർക്കെങ്കിലും വയറ്റിന് പ്രോബ്ലം ഉണ്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആട് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് അവരെ വെളിയിൽ നിർത്തിയതിന് ശേഷം മാത്രമേ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പം രാവിലെ അവർക്ക് നമ്മൾ പ്ലാവിൻ്റെ തോലാണ് സാധാരണ കൊടുക്കുന്നത്. പ്ലാവിൻ്റെ തോല് അവർക്ക് കൊടുത്തു കഴിഞ്ഞ് ഏകദേശം ഒരു അര-മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് നമ്മൾ കാടിവെള്ളമൊക്കെ കൊടുക്കുന്നത്. കാടിവെള്ളം കൊടുക്കുന്ന പറഞ്ഞാൽ അതിൽ നമ്മൾ പരുത്തിയുണ്ട്, അതുപോലെ തന്നെ പുളിയരി, ഗോതമ്പ്, സോയാത്തോല്, അതുപോലെ തന്നെ തേങ്ങാപ്പിണ്ണാക്ക് ഇത്യാദി കാര്യങ്ങളെല്ലാം വേവിച്ച് അവർക്ക് നമ്മൾ രാവിലെ നല്ല രീതിയിൽ വെള്ളം കൂട്ടിയാണ് രാവിലെ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും കൂട് വൃത്തിയാക്കും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് കൂടിന് അകം നല്ലതുപോലെ കഴുകാറുണ്ട്. താഴെ അല്ലാതെ ഒരു കൂടുണ്ട്, ആ കൂട് നമ്മൾ ലോഷൻ ഒഴിച്ചാണ് നമ്മൾ കഴുകി ഇടുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 1 മണി വരെ ഇവർക്ക് ഭക്ഷണങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല. ഇതിനിടയ്ക്ക് പൈപ്പിൽ വെള്ളം ഉള്ളന്ന് നമുക്ക് എല്ലാ ദിവസവും ഒന്നും വെള്ളം ഉണ്ടാകില്ല. എങ്കിലും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇവരെ നമ്മൾ നല്ലതുപോലെ കുളിപ്പിക്കാറുണ്ട്. ഉച്ചയ്ക്ക് ഒരു 2 മണിയോടെ നമ്മൾ ഇവരെ എല്ലാ ആടിനെയും നമ്മൾ തീറ്റാനായിട്ട് കൊണ്ടുപോകും. താഴെ നമുക്ക് കുറേയേറെ പുരയിടങ്ങൾ കിടപ്പുണ്ട്. ആ പുരയിടത്തിൽ പോച്ചയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് ഏകദേശം 2-2.5 മണിക്കൂർ ഇവരെ നമ്മൾ അഴിച്ചു വിട്ടാണ് തീറ്റുന്നത്. അഴിച്ചു വിട്ട് തീറ്റിയിട്ട് ഒരു 4-4:30 ആകുമ്പോൾ ഇവരെ നമ്മൾ വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് അവരിഞ്ഞ് പോരുന്നോളും. നിറയുമ്പോൾ അവർ തനിയെ പോരുന്നോളും. ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 മണിയാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ വെള്ളം കുറച്ച് ഇവർക്ക് കാടി കൊടുക്കാറുണ്ട്. കാടി കൊടുത്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ ചിലപ്പം ടോണിക്ക് കൊടുക്കാനുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ടോണിക്ക്, വിരമരുന്ന് കൊടുക്കാനുള്ളവരാണെങ്കിൽ അവർക്ക് വിരമരുന്ന്, ഇതെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മളിവരെ കയറ്റിയിടുന്നത്. കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6-6:30 ആവുന്ന സമയത്ത് നമുക്ക് തൊണ്ട്, അതുപോലെ തന്നെ പച്ചമഞ്ഞൾ, പച്ചക്കർപ്പൂരം, അതുപോലെ തന്നെ ഈ മറ്റ് സാധനങ്ങളെല്ലാം ഇട്ട് നമ്മളിവരെ ശരിക്കും പുകയ്ക്കാറുണ്ട്. ഈ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പുകയ്ക്കാറുണ്ട്. പുകച്ച് കഴിഞ്ഞാൽ കൂട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് രാവിലെ ഇതേ സമയത്താണ് ഇതാണ് നമ്മുടെ ദിനം പ്രതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ. ആടുകളുടെ വിൽപ്പനയിലുമുണ്ട് രാജൻ ചേട്ടന് ചില പ്രത്യേകതകൾ. ഇറച്ചിക്കായി ഇവിടെ നിന്നും ആടുകളെ വിൽക്കാറില്ല, വളർത്താൻ വേണ്ടി മാത്രമേ കൊടുക്കൂ. അതോടൊപ്പം ആടിനെ കൈമാറുന്നതിന് മുമ്പ് തീറ്റ, പരിപാലനം, രോഗങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ നിർദ്ദേശങ്ങളും നൽകും. വളർത്താൻ ഒരമ്മ ആഗ്രഹിച്ചു വന്നപ്പോൾ 5000 രൂപ വിലയുള്ള ഒരാട്ടിൻകുട്ടിയെ 2000 രൂപയ്ക്ക് സ്നേഹത്തോടെ നൽകിയ അനുഭവം പങ്കുവച്ച ചേട്ടൻ ലാഭത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ ആടിനെ വളർത്തുന്നതെന്നും പറയുന്നു. ഇവിടെ ഞാൻ താമസിക്കുന്നത് ഈ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഇത് കൊല്ലം തേനി ദേശീയപാതയാണ്. വളരെയേറെ യാത്രക്കാരും ദൂര സ്ഥലങ്ങളിലുള്ളവരും എല്ലാം ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ മുറ്റത്ത് ഇങ്ങനെ ആട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ ഇറങ്ങാറുണ്ട്, എൻ്റെ നമ്പർ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ ആടിനെ കാണുകയും ഈ കുട്ടികളുടെ വെള്ളം കുടിയും തീറ്റയും അതും ഇതുമൊക്കെ കാണുന്ന സമയത്ത് ഈ ആൾക്കാർക്ക് ഈ ആടിനെ ആഗ്രഹം തോന്നാറുണ്ട്. അവർ ഈ ആടിനെ അങ്ങനെയാണ് എനിക്കൊരു ബിസിനസ് കൂടുതലും നടക്കുന്നത്. ഇങ്ങനെ ദൂരെയുള്ള ആൾക്കാർ ഈ ആടിനെ കണ്ടുകൊണ്ടാണ്. എങ്കിലും ഞാൻ അന്ന് വരുന്നവർക്ക് ആടിനെ കൊടുക്കാറില്ല. അവരോട് ഞാൻ പറയാറുണ്ട്, ആടിൻ്റെ തീറ്റയും അതിൻ്റെ വെള്ളം കുടിയും കണ്ടതിന് ശേഷം മാത്രമേ ആടിനെ ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം നമ്മൾ അവരോട് പറയും. ചിലർ വെയിറ്റ് ചെയ്യും, അത്രയും സമയം ആയാലും അവർ വെയിറ്റ് ചെയ്ത് അത് കണ്ട് ഇഷ്ടപ്പെട്ട് അവരങ്ങനെ ആടിനെ വാങ്ങുന്നത്. ഞാൻ കൂടുതലും ആടിൻ്റെ കുട്ടികളെയാണ് കൊടുക്കാറുള്ളത്, തള്ളയാടിനെ കൊടുക്കാറില്ല. നല്ല കുട്ടികളെയാണ് കൊടുക്കുന്നത്. പ്രസവിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-3.5 മാസക്കാലം നല്ല രീതിയിൽ പാല് കൊടുത്താണ് ഞാൻ ഈ കുട്ടികളെ വളർത്തുന്നത്. അപ്പം വളരെ ചെറുപ്രായത്തിൽ തന്നെ, കുഞ്ഞുനാളിൽ തന്നെ ഈ അമ്മയോടൊപ്പം ഈ മേയാൻ ഈ കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, അതായത് തീറ്റി എടുക്കുന്ന കാര്യത്തിൽ ഈ കുട്ടികൾക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല കുട്ടികളെ, അതായത് നല്ലതുപോലെ ഭക്ഷണം പിടിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ ഇവിടുന്ന് വിൽക്കുന്നത്. നല്ല ആരോഗ്യമുള്ള കുട്ടികളായതിൻ്റെ പേരിൽ ഇവിടുന്ന് ശരിക്കും ബിസിനസ് ആൾക്കാർ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ കശാപ്പുകാർക്ക് ഞാൻ എൻ്റെ ആടിനെ കൊടുക്കാറില്ല. അതായത് ആണാടിനെ ആയാലും ഒന്നിനെയും ഞാൻ അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ ഈ ആൺകുട്ടികളെ വളർത്തുകാർക്കാണ് കൊടുക്കുന്നത്. എങ്ങനെയായാലും അത് അവരുടെ കയ്യിലേ ചെല്ലുള്ളൂ. പിന്നെ എൻ്റെ ജീവിത മാർഗ്ഗമായതുകൊണ്ട് ഞാൻ ഇതിനെ വിൽക്കുന്നു. വിൽക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഞാൻ അത് നോക്കിയാണത് ചെയ്യുന്നത്. പിന്നെ ഗ്രാമപ്രദേശങ്ങളിൽ അമ്മമാരൊക്കെ വരുന്ന സമയത്ത് ഞാൻ നിലവിൽ എനിക്ക് കിട്ടേണ്ട വിലയേക്കാൾ വളരെ കുറച്ചാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അത് ഞാൻ സമ്പന്നനായതുകൊണ്ടൊന്നുമല്ല, ഞാനൊരു പാവപ്പെട്ട ഒരു ആട് കർഷകനാണ്. ഞാനത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരാട് എങ്കിലും ഉണ്ടാകണം എന്നൊരു ചിന്താഗതിയുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആടിൻ്റെ ക്രോസിങ് നടത്താറുണ്ട്. എനിക്ക് വലിയ 2 ആണാടുണ്ട്. അപ്പം ഇവിടെ ക്രോസിങ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയാണ്. അപ്പം എല്ലാവരുടെയും കയ്യിൽ നിന്നും നമ്മൾ ഈ 500 രൂപ വാങ്ങാറില്ല. കാരണം 500 രൂപ തന്ന ഒരാടിനെ ക്രോസ് ചെയ്യാൻ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ. അപ്പോൾ അതറിഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും നമുക്ക് ആടിൻ്റെ ചെലവിനേക്കുള്ള എന്തെങ്കിലും ഒരു സാമ്പത്തികം നമ്മൾ വാങ്ങാറുണ്ട്. അത് ആഴ്ചയിൽ 2-3 ക്രോസിങ് നമുക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ആടിൻ്റെ മറ്റ് തീറ്റകളും കാര്യങ്ങളും അതിൽ കൂടെ മുന്നോട്ട് പോകുന്നു. ആട് വളർത്തൽ സംരംഭമായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിലേക്ക് ചാടി പുറപ്പെടും മുമ്പ് അറിഞ്ഞിരിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു പോകുക. ഞാൻ ആടിനെ വളർത്തി എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു തോന്നലുള്ള ഒരാൾക്ക് ഇത് ഒരിക്കലും നഷ്ടം വരില്ല. പിന്നെ ഈ നഷ്ടം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വന്നിട്ടുള്ളതെല്ലാം വലിയ വലിയ വിലയുള്ള ആടുകളുടെ പുറകെ പോയത് കൊണ്ട് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ആടാണ്, അത് എങ്ങനെയെങ്കിലും അങ്ങ് വളർന്നുകൊള്ളും എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ട്. 10-15 രൂപ വില കൊടുത്ത് ഒരു ആടിനെ വാങ്ങിക്കൊണ്ട് വന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഇച്ചിരി തൂപ്പും കൊടുത്ത് അതിനെ അവിടെ കെട്ടിയിടും. എന്നിട്ട് കുറച്ച് കഞ്ഞോളവും കൂടി എടുത്ത് നിനക്ക് വേണേ തിന്നാൽ മതി. ഈ ഒരു സമീപനം ആടുകളുടെ അടുത്ത് കാണിക്കുകയും അത് ചിലപ്പം കഴിക്കില്ല, അതിനിഷ്ടമുള്ളതല്ലേ അതിന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ 15 രൂപ കൊടുത്ത് കൊണ്ടുവന്ന ഒരാട് ഒരാഴ്ചക്കകം അതങ്ങ് പകുതിയാവും. അതിന് വേണ്ടത്ര സംരക്ഷണങ്ങൾ അതിന് ലഭിക്കാറില്ല. അപ്പോഴേ അങ്ങനെ വരുന്ന സമയത്ത് അത് ഒരു വലിയ നഷ്ടത്തിലേക്കായിരിക്കും ആ ആട് പോകുന്നത്. പിന്നെ അതിൻ്റെ ഒരു പ്രധാന സംഗതി, ആടിൻ്റെ ലാഭവും ആടിൻ്റെ നഷ്ടവും നിശ്ചയിക്കുന്നത് അതാത് കുടുംബാംഗങ്ങളാണ്. ആ കുടുംബത്തിലെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആടിനെ വളർത്താൻ കഴിയൂ. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഒന്നിച്ച് അധ്വാനിച്ചെങ്കിൽ മാത്രമേ ആട് കൃഷി ലാഭകരമാകുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കുടുംബാംഗങ്ങളെ കൂട്ടിക്കൊണ്ട് മാത്രമേ ഈ സംരംഭത്തിന് ഒരുങ്ങാവൂ. അല്ലാതെ രക്ഷകർത്താവ് മാത്രം, അല്ലെങ്കിൽ ആ വീടിൻ്റെ ആൾ മാത്രം ഇങ്ങോട്ട് മാറി ഞാൻ ആടിനെ വളർത്തുകയാണ്, മറ്റുള്ളവർ ഇതിൽ സഹകരിക്കില്ല എന്നുണ്ടെങ്കിൽ പൈസ നഷ്ടം മാത്രമല്ല, മാനസികമായും ശാരീരികപരമായിട്ടും ഈ ബിസിനസ് തകർന്നു പോകും. അതുകൊണ്ട് ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവരോടുള്ള എൻ്റെ ഒരു ഉപദേശം, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പരിപൂർണ്ണ സപ്പോർട്ടോടുകൂടി മാത്രമേ ഇതിന് ഒരുങ്ങാവൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം ഞാൻ അതിലൊരു അനുഭവസ്ഥനാണ്. എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങൾ, ഇത് മുഴുവനും ഞാൻ ഈ ആടിൽ നിന്നാണ് നടത്തുന്നത്. കാരണം എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചത്, എനിക്ക് 2 കുട്ടികളുണ്ട്. അവർ 24 മണിക്കൂറും ഞങ്ങൾ ഈ ആടെന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്നേ വരെ നഷ്ടം വന്നിട്ട്. എനിക്ക് ആടിൻ്റെ കൂട് നിർമ്മാണം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട് ഞാൻ നിർമ്മിച്ചിരുന്നു. അത് അവിടെ അതിൻ്റെ അളവുകളും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ കൊടുത്തിരുന്ന, എനിക്ക് ഏകദേശം അന്ന് ആ കൂട് പണിഞ്ഞ സമയത്ത് 1,25,000 രൂപയോളം എനിക്കന്ന് ചിലവായിരുന്നു. സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുള്ള ഒരു സമയത്താണ് ഞാൻ ഈ കൂട് നിർമ്മിച്ചത്. അപ്പം അവരുടെ പ്ലാനിൽ ഈ കൂട് പണിയണം എന്നുള്ളതാണ്. ആടിനെ വളർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും കൂടിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടല്ലോ. ഹൈടെക് കൂടുകളുടെ പോകാതിരിക്കുക. നമ്മുടെ കഴിവിന് ഒരു ഹൈടെക് കൂടിന് ഒരു 50,000 രൂപയാകുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്ത് കിട്ടുന്ന തെങ്ങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപകരണങ്ങൾ വെച്ച് പട്ടികളുടെ ശല്യമോ അല്ലെങ്കിൽ നനയാതോ ഇരിക്കുന്ന രീതിയിൽ ഒരു കൂട് നിർമ്മിക്കുക. അതൊരു 10-25,000 രൂപയ്ക്കകത്ത്, മറ്റേത് ഒരു 75,000 രൂപയാകുന്നുണ്ടെങ്കിൽ ഇതൊരു 25,000 രൂപയ്ക്കകത്ത് നമുക്കൊരു കൂട് നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിയും. അധികം ആടുകളുടെ പുറകിൽ പോകാതിരിക്കുക. ഒരു 5-6 ആടിനെ ആദ്യമേ വളർത്തുക. എന്നിട്ട് അതിൻ്റെ രീതികൾ മനസ്സിലാക്കുക. നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അപ്പം നമുക്കൊരു കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ ഒരു മരണത്തിന് പോകണം, ഇതിനൊക്കെ പോകാൻ നമുക്ക് ഈ ആടുകളുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അപ്പം അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം സാർ. ആടിൻ്റെ ജീവിതമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം. അല്ലാതെ നമ്മൾ ആടിനെ കൊണ്ടുവന്ന് വളർത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല.
അപ്പോൾ ആദ്യമേ തുടങ്ങുന്ന ഒരാൾ ഒരു 5 or 6 ആടിനെ മാത്രമേ വളർത്താവൂ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് മാത്രമേ കൂടുതൽ ആടുകളുടെ പുറകിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ പോകാവൂ. അല്ലെന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടത്തിലേക്കേ പോകുള്ളൂ. കാരണം ഇന്ന് തീറ്റയുടെ ഒരു വലിയ പ്രതിസന്ധി അതുണ്ട്. അതിന് കൊടുക്കുന്ന കൈത്തീറ്റി, ഇപ്പം ഒരു പരുത്തിപ്പിണ്ണാക്കൊക്കെയാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. പരുത്തിപ്പിണ്ണാക്കിന് 1 കിലോയ്ക്ക് ഇപ്പം 40 രൂപയാണ്. 40 രൂപയാണ് പരുത്തിപ്പിണ്ണാക്കിൻ്റെ വില. അപ്പം തുടക്കക്കാരനായ ഒരാൾ ഒരു 5 or 6 ആടിനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയും. അപ്പോൾ ഒരുപാട് ആടിൻ്റെ പുറകെ പോകുമ്പോൾ ഈ തീറ്റ ചിലവ്, കാരണം ആടിൽ നിന്ന് എന്നും നമുക്ക് വരുമാനം ഉണ്ടാകില്ല. ആടിൻ്റെ കുട്ടികളെ വിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും വരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം ഈ ഏതാനും നാളുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആടുകൾ കാണുമ്പം വാങ്ങുന്നു എന്നുള്ള രീതിയിലേക്ക് മാറിയത്. അല്ലാതെ പിന്നെ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ ആടിന് കൊടുക്കുന്നു പറയുമ്പോഴാണ് ഈ ആൾക്കാർ കൂടുതൽ വരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിമാൻഡ് എല്ലാ സമയങ്ങളിലും ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ എന്നെ കാണാൻ വരുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് വന്നത് മലബാറി ആടുകളെയാണ് ചോദിക്കാറുള്ളത്. ക്രോസ് ബ്രീഡ് ആടുകളെയാണ് ചോദിക്കാറുള്ളത്. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അവർ ചോദിക്കാറുണ്ട്. കാരണം എൻ്റെ അനുഭവം കൊണ്ട് എനിക്കത് പറയാൻ കഴിയും. അപ്പം ഏതൊരാളും ഒരു സമയവും സന്ദർഭവും നോക്കുന്നില്ല. അവരുടെ കയ്യിൽ സമ്പത്ത് എപ്പോഴുണ്ടാകുന്നു അപ്പോഴവരൊരു ആടിനെ വാങ്ങി വളർത്തണം എന്ന ആഗ്രഹത്തോട് തന്നെയാണ് വരുന്നത്. പിന്നെ എനിക്ക് ഏകദേശം ഈ ആടിന് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാടിൻ്റെ പ്രസവത്തിൽ എങ്ങനെയൊക്കെയായാലും ഒരു 3 കുട്ടികൾ വീതം ഉണ്ടാകും. ശരാശരി 3 കുട്ടികളുണ്ടാകും. അതിനെ ഒരു 3-3.5 മാസം ആകുമ്പം നമുക്ക് ഈ കുട്ടികളെ പാലുകുടിയൊക്കെ കഴിഞ്ഞു അതിനെ സ്വന്തമായിട്ട് തീറ്റയൊക്കെ എടുക്കാറാവുന്ന സമയത്ത് നമുക്ക് മിനിമം ഒരു 6 രൂപ വെച്ച് കിട്ടാറുണ്ട്. അപ്പം 18,000 രൂപയോളം നമുക്ക് ഒരാടിൽ നിന്ന് അങ്ങനെ നമുക്കൊരു വരുമാനം ഉണ്ടാകും. പക്ഷേ അതിൽ ഒരു ആടിൻ്റെ സമ്പത്തുകൾ, അതിൻ്റെ മരുന്നുകൾ, അതിൻ്റെ ചിലവുകൾ എല്ലാമായിട്ട് മാറ്റിയാലും നമുക്ക് 2 ആടിൻ്റെ വരുമാനം നമുക്ക് യഥാവധി നമുക്ക് ഉപയോഗിക്കാൻ നോക്കി കണ്ട് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പം നമ്മൾ ഒരാടിനെ അല്ലല്ലോ സർ വളർത്തുന്നത്. നമ്മൾ കുറേയേറെ ആടുകളെ വളർത്തുന്ന സമയത്ത് നമുക്ക് ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ഒരു 15ഓളം കുട്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. നല്ല ആരോഗ്യമുള്ള 15 കുട്ടികളുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മാസം കഴിയുമ്പോൾ നമുക്ക് മിനിമം ഒരു 5 രൂപ വെച്ച് വിറ്റാലും ശരി ഒരു 75,000 രൂപയുടെ കുട്ടികൾ നമ്മുടെ കൈകളിലുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ആട് ഗർഭിണിയാണ്. അപ്പം അതിൻ്റെ പ്രസവം നടക്കും. അപ്പോൾ ആ കുട്ടികളുണ്ട്. അപ്പോൾ അതായത് ഈ കുട്ടികളെ വിൽക്കുന്നതാണ് എപ്പോഴും നമുക്ക് ലാഭം. അത് മലബാറി ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രസവത്തിൽ 3-4 കുട്ടികളും നമുക്ക് ലഭിക്കും. അപ്പം ഞാൻ എപ്പോഴും ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്, നമ്മൾ മലബാറി ആടുകളെ മാത്രം വളർത്താൻ ശ്രദ്ധിക്കുക. മറ്റാടുകൾ മോശമാണെന്നുള്ളതല്ല, അതിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഒരു സാധാരണക്കാരന് മറ്റാടുകളുമായിട്ട് മുന്നോട്ട് പോവുക വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സംഭവം. ആടുകളെ വളർത്തി വിൽക്കുന്നതാണ് ആട് വളർത്തലിലെ ബിസിനസ്. ആളുകൾ വാങ്ങുന്നതും വളർത്താനായാണ്. അതുകൊണ്ട് തന്നെ ആട്ടിൻകുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് വളർത്തിയാൽ അവയുടെ ആരോഗ്യം ഉറപ്പാക്കാം. ഒപ്പം വിപണി മൂല്യവും കൂടും. മറ്റു ജനസ് ആടുകളുമായും സങ്കര ഇനങ്ങളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ ശരീരത്തൊക്കവും പാലുൽപാദനവും അല്പം കുറവാണെങ്കിലും ചുരുങ്ങിയ കാലയളവിൽ കിട്ടുന്ന കൂടുതൽ കുട്ടികളാണ് മലബാറി ആടുകളുടെ മികവ്. ആട്ടിൻപാലിനും ആട്ടിറച്ചിക്കുമുള്ള വിപണിയിലെ ഡിമാൻഡ് ഒരു കാലത്തും കുറയില്ല എന്നതും സാമാന്യം നല്ല വളർച്ചാ നിരക്കും തീറ്റ പരിവർത്തന ശേഷിയും ഉയർന്ന രോഗപ്രതിരോധ ഗുണവും പ്രതികൂല കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവും സംരംഭകന് മികച്ച ആദായം നേടിത്തരും ഈ മലബാറി ആടുകൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ നമ്മള് രാജൻ ചേട്ടന്റെ വീട്ടിലെ ഈ ആട് വളർത്തലും അല്ലെ അദ്ദേഹത്തിന്റെ ആ ഒരു രീതികളും അദ്ദേഹത്തിന്റെ അഡ്വൈസും ഒക്കെ നമുക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹം പറയുന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ വീടുകളിലൊക്കെ 1-2 ആടുകളെയൊക്കെ വാങ്ങി വളർത്തിയാൽ അതിന് സാധിക്കുന്നവർ, കാരണം 2 ആടിൽ തുടങ്ങിയതാണ് അദ്ദേഹം ഇന്ന് എത്രയോ ആയിരക്കണക്കിന് ആടുകളെയാണ് അദ്ദേഹം വിൽപ്പന നടത്തിയത്. അപ്പം അതുപോലെ എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഞാൻ ഈ എല്ലാ കൃഷി നമ്മുടെ മണ്ണും മനുഷ്യനും ഷോയുടെ അവസാനം പറയുന്നതാണ് ഇത് നിങ്ങളും ചെയ്യണമെന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു അഡ്വൈസ് ഒന്നുമല്ല, ഇതൊരു ആഗ്രഹമാണ് എല്ലാവർക്കും. അദ്ദേഹം രാജൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വീടുകളിലും ആടുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഈ കൃഷി സംരംഭങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം രാജൻ ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ നിന്നാണ് ഇതിനെല്ലാം ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെ അതിനെ കൂട്ടിക്കയറ്റുന്നതും തീറ്റാൻ കൊണ്ടുപോകുന്നതും ഒക്കെ ചെയ്യുന്നത്. സന്തോഷം കൂടിയാണ് നമ്മൾ ഈ കൃഷി സംരംഭങ്ങളിലൂടെ നമ്മുടെ വീടുകളിൽ നമ്മൾ സൃഷ്ടിക്കുന്നത്. അപ്പം എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ. എല്ലാവരും നല്ലപോലെ ഈ കൃഷി സംരംഭങ്ങളൊക്കെ തുടങ്ങി സക്സസ് ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
മറ്റൊരു വിശേഷവുമായി കൃഷി കാഴ്ചകളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.